ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു, അവൻ്റെ മുഖം സൂര്യനെപ്പോലെ ശോഭിച്ചു, അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായിത്തീർന്നു. കർത്താവായ യേശുക്രിസ്തു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. ഈ മലമുകളിൽ ആ 3 ശിഷ്യന്മാർ കർത്താവിൻ്റെ രൂപാന്തരീകരണത്തിന് സാക്ഷ്യം വഹിച്ചു. ഈ സംഭവത്തെ സ്മരിച്ചുകൊണ്ട് പത്രോസ് തൻ്റെ ലേഖനത്തിൽ ഇപ്രകാരം എഴുതുന്നു: ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. കർത്താവ് അവരെ ഒരു മലയിലേക്ക് കൊണ്ടുപോയി. ഇത് നഗരത്തിനടുത്തുള്ള ഒരു പ്രത്യേക രഹസ്യ സ്ഥലമായിരുന്നു. അവിടെ അവൻ്റെ 12 ശിഷ്യന്മാരിൽ നിന്ന് ഈ 3 ശിഷ്യന്മാരെ മാത്രം വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി. വരാനിരിക്കുന്ന അവൻ്റെ രാജ്യത്വത്തിൽ അവൻ്റെ മഹിമ എങ്ങനെയായിരിക്കുമെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അതായത് ഇത് അവർക്കായി വ്യക്തിപരവും സ്വകാര്യവുമായ ഒരു അനുഭവമായിരുന്നു. ഇതൊരു ഉയർന്ന സ്ഥലമായിരുന്നു. അതായത് ഒരു സാധാരണ മനുഷ്യരുടെ ചിന്താഗതികൾക്കും അവസ്ഥകൾക്കും അനുഭവങ്ങൾക്കും അപ്പുറത്തുള്ള ഒന്നായിരുന്നു. തങ്ങളെ തന്നെ, സ്വന്തം മനസ്സിനെ ഈ ലോകത്തിൻ്റെ തിന്മകളിൽ നിന്ന് ഉയർത്തി സ്വർഗീയ കാര്യങ്ങളിലേക്കും ദൈവത്തിങ്കിലേക്കും ഉയർത്തി വരാനിരിക്കുന്ന യുഗത്തിൽ കർത്താവിൻ്റെ മഹിമ അവർക്ക് കാണാൻ കഴിയേണ്ടതിനാണ് ഇങ്ങനെ ചെയ്തത്. കർത്താവായ യേശുക്രിസ്തു സർവ്വമാനവരാശിക്കും വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും അവൻ ഉയർത്തെഴുന്നേറ്റു. ആരെങ്കിലും അവനിൽ വിശ്വസിച്ചാൽ അവൻ രക്ഷിക്കപ്പെടുവാനും വിശ്വാസത്തിൻ്റെ കണ്ണുകളാൽ അവൻ്റെ മഹിമ കാണുവാനും ഇടയാകും. ഇതുപോലെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നാണ് ദൈവത്തോട് നിങ്ങൾക്കായുള്ള ഞങ്ങളുടെ പ്രാർത്ഥന.